ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പല സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ കുറിച്ചാണ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു ലാംഗ്വേജ് പോലെയാണ്. നമ്മൾ വെബ് പേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ HTML ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഡൈനാമിക് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML ഡോക്യുമെൻറ്റിനെ നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജാണ് സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ HTML ഡോക്യുമെൻറ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റിൻ്റെ കളർ കൺട്രോൾ ചെയ്യുക, ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ കൊടുക്കുക, പിന്നെ പാരഗ്രാഫുകളുടെ തമ്മിലുള്ള സ്പേസിങ് കൊടുക്കുന്നത്, കോളംസിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നത്, ബോർഡർ കൊടുക്കുന്നത്, കളേഴ്സ് കൊടുക്കുന്നത്, ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജസ് കൊടുക്കുന്നത്, അങ്ങനെ പല പല എഫക്റ്റുകൾ നമുക്ക് വെബ് പേജസിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. സോ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അതാണ് CSS. ഓക്കെ, CSS ഫയൽസ് അലൗസ് അസ് ടു സെപ്പറേറ്റ് HTML കണ്ടൻറ്റ് ഫ്രം ഇറ്റ്സ് സ്റ്റൈൽ. ഓക്കെ, അതായത് നമ്മുടെ HTML ഡോക്യുമെൻ്റ് എഴുതുമ്പം നമുക്ക് അതിനകത്ത് കുറേ ടാഗുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിലാണ് നമ്മൾ ആ പേജിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റ് വരണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ HTMLൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മാറ്ററിനെയും അതിൻ്റെ സ്റ്റൈലിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് നമുക്ക് CSS തരുന്നത്. ഇത് നമുക്ക് 3 രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം: ഇൻലൈനായിട്ട്, എംബഡഡ് ആയിട്ടും ലിങ്ക്ഡ് ആയിട്ടും. ഇൻലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CSS സ്റ്റൈല് തന്നെ നമ്മൾ ഓരോ ടാഗിനും സെപ്പറേറ്റ് ആയിട്ട് ആ വെബ് പേജിൻ്റെ ബോഡി പാർട്ടിൽ തന്നെ ആട്രിബ്യൂട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇൻലൈൻ CSS എന്ന് പറയുന്നത്. അതായത് അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടാഗിനകത്ത് അതിൻ്റെ ഒരു സ്റ്റൈല് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ആ ടാഗിനകത്ത് തന്നെ ആട്രിബ്യൂട്ടായിട്ട് നമ്മൾ ആ CSS സ്റ്റൈല് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതാണ് ഇൻലൈനായിട്ട് പറയുന്നത്. എംബഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിൻ്റെ കോഡ്, ആ സ്റ്റൈൽ കോഡ് എന്ന് പറയുന്നത് നമ്മൾ വെബ് പേജിൻ്റെ ഒരു പാർട്ടായിട്ട് പ്ലേസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇവിടെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ടാഗിനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്യും. ഇവിടെ നമ്മൾ ആ വെബ് പേജിൻ്റെ ഒരു പാർട്ടായിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിരിക്കും. ലിങ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .css ആയിരിക്കും. എന്നിട്ട് ആ ഫയലിനെ നമ്മുടെ വെബ് പേജിനകത്തേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലിങ്ക്ഡ് വേ. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് CSS സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ HTML ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റൈല് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇൻലൈന്, എംബഡഡ്, ലിങ്ക്ഡ്. ഇൻലൈൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ടാഗിനകത്ത് തന്നെ ആട്രിബ്യൂട്ടായിട്ട് വെബ് പേജിൻ്റെ ബോഡി പാർട്ടിൽ കൊടുക്കുന്നതാണ് ഇൻലൈൻ. എംബഡഡ് എന്ന് പറയുമ്പോഴത്തേനും വെബ് പേജിനകത്ത് എവിടെ വേണമെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടായിട്ട് കൊടുക്കുന്നതാണ് എംബഡഡ് ആയിട്ട്. ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണലി ഒരു ഫയലിനകത്ത്, ഇപ്പോൾ സെപ്പറേറ്റ് ഒരു ഫയൽ .css എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ച് സേവ് ചെയ്തിട്ട് അതിന് നമ്മുടെ വെബ് പേജുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ലിങ്ക്ഡ് വേ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് CSS ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി CSS യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം കോഡിനെ തന്നെ പല പേജസിന് വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ ഒരു കോഡ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പല വെബ് പേജസ് എന്ന് പറയുമ്പോൾ, ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ പല പല പേജസ് ഉണ്ടായിരുന്നല്ലോ, ആ എല്ലാ പേജസിലും നമുക്ക് ഇതേ സ്റ്റൈല് തന്നെ അപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ ഇതേ കോഡ് തന്നെ നമുക്ക് റീയൂസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. സോ ഇറ്റ് മേക്സ് ഇറ്റ് ഈസി ഫോർ മെയിൻ്റനൻസ്. സോ അത് ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടൻറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് മെയിൻ്റനൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് എങ്കിൽ ആ ഫയൽ ഓപ്പൺ ആക്കിയിട്ട് അതിൽ മാത്രം ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രം മതിയാവും. മറ്റേത് നമ്മൾ നോർമലി HTML ഡോക്യുമെൻ്റാണ് എഴുതുന്നതെങ്കിൽ ഓരോ പേജിലും നമ്മൾ പോയി ഇതേ ചേഞ്ച് വരുത്തേണ്ടി വരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിൻ്റെ പേജിൽ മാത്രം പോയിട്ട് നമ്മൾ ചേഞ്ച് വരുത്തിയാൽ മതി. അത് എല്ലാ പേജസിലും റിഫ്ലക്റ്റ് ആവും എന്നുള്ളതാണ്. The tags in the web pages are well organized with the style specifications and therefore it is easy to
അണ്ടർസ്റ്റാൻഡ്. നമ്മളിപ്പോൾ സ്റ്റൈൽ സ്പെസിഫിക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ വെബ് പേജസ് എല്ലാം തന്നെ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ് പേജ് നമുക്ക് ഈസി അണ്ടർസ്റ്റാൻഡബിൾ ആക്കി മാറ്റാനായിട്ട് പറ്റും. And it reduces the size of the web page, thereby providing fast downloads for വെബ് പേജസ്. വെബ് പേജിൻ്റെ സൈസ് കുറയ്ക്കാൻ നമ്മൾ ഒരുപാട് ഇമേജസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അതിനെ സ്റ്റൈലാക്കുന്നതിനേക്കാളും കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വെബ് പേജിൻ്റെ തന്നെ സൈസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ സൈസ് കുറച്ച് കഴിഞ്ഞാൽ വെബ് പേജസ് നമുക്ക് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്ത് കിട്ടും. ഡൗൺലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇറ്റ് അലൗസ് അഡാപ്റ്റിംഗ് ദി പ്രസൻറ്റേഷൻ ഓഫ് ദ പേജ് ടു ഡിവൈസസ് വിത്ത് ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസസ് സച്ച് ആസ് ഡെസ്ക്ടോപ്പ് മോണിറ്റേഴ്സ്, ടാബ്ലെറ്റ്സ്, മൊബൈൽസ് എക്സെട്ര. അപ്പോൾ അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ മോണിറ്ററിൽ കാണുന്നതും ടാബ്ലറ്റിൽ കാണുന്നതും മൊബൈൽസിൽ കാണുന്നത് ഇതെല്ലാം തന്നെ ആ സ്ക്രീനിൻ്റെ സൈസുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ വെബ് പേജിനെ ആ സ്ക്രീനിൻ്റെ സൈസിനനുസരിച്ച് പ്രസൻറ്റ് ചെയ്യാനും ഈ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Then CSS along with JavaScript will be used in HTML5. HTML5ൽ CSS ജാവാസ്ക്രിപ്റ്റിൻ്റെ കൂടെ CSSും കൂടെ ചേർത്താണ് അനിമേഷൻസും വെബ് പേജിനകത്ത് ഇൻട്രാക്ഷൻസും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ നോ യുവർ പ്രോഗ്രസ് എന്നുള്ള സെഷനിലേക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെയൊക്കെ പറയുന്നത് പോലെ തന്നെ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുക. അതിനുശേഷം ആൻസേഴ്സിന് വേണ്ടിയിട്ട് ഇത് കേൾക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ദ വെബ് പേജസ് ദാറ്റ് റിമൈൻ ദ സെയിം അൺടിൽ ദെയർ കോഡ് ഈസ് ചേഞ്ച്ഡ് മാനുവലി ആർ കോൾഡ് ഡാഷ്. അപ്പോൾ നമ്മുടെ ഒരു വെബ് പേജിനകത്ത് അതിൻ്റെ കോഡ് മാനുവലി ചേഞ്ച് ചെയ്യുന്നത് വരെയും അതിൻ്റെ കണ്ടൻറ്റ് ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ ആ വെബ് പേജിനെ നമ്മൾ എന്താണ് പറയുന്നത് സ്റ്റാറ്റിക് വെബ് പേജ്. ഓക്കെ, സോ ദ വെബ് പേജസ് ദാറ്റ് റിമൈൻ ദ സെയിം അൺടിൽ ദെയർ കോഡ് ഈസ് ചേഞ്ച്ഡ് മാനുവലി ആർ കോൾഡ് സ്റ്റാറ്റിക് വെബ് പേജസ്. ഓക്കെ, then question number 2, name 2 technologies that can be used to develop dynamic web pages. ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. VB സ്ക്രിപ്റ്റ് ഉണ്ട്, ജാവാ സ്ക്രിപ്റ്റ് ഉണ്ട്, ഇങ്ങനെ പല പല ടെക്നോളജീസ് വി ആർ യൂസിങ്. ഓക്കെ, ദെൻ ദ ടാഗ് യൂസ് ടു എംബഡ് സ്ക്രിപ്റ്റ്സ് ഈസ്. സ്ക്രിപ്റ്റ് എംബഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം എന്ത് ടാഗാണ് സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് അല്ലേ. ഇപ്പം ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പലിനുള്ളിൽ സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് കൊടുക്കുന്നു. അതുപോലെ അത് ക്ലോസ് ചെയ്യാനായിട്ട് /സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് കൊടുക്കുന്നു. അപ്പോൾ ആ ടാഗ്സാണ് നമ്മൾ സ്ക്രിപ്റ്റ് എംബഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നാലാമത്തെ ചോദ്യം, റൈറ്റ് എനി വൺ ഓഫ് ദി യൂസസ് ഓഫ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വി ആർ യൂസിങ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഫോർ ഫസ്റ്റ് വൺ ഈസ് വാട്ട്, നമ്മുടെ സിമ്പിൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ വാലിഡേഷനാണ് മെയിൻ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റ വാലിഡേഷൻ ഒരു യൂസാണ്. രണ്ടാമത് സിമ്പിൾ കാൽക്കുലേഷൻസ് ക്ലയൻറ്റ് സൈഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഹാസ് ദി എക്സ്റ്റൻഷൻ. ജാവാസ്ക്രിപ്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്താണ്? .js. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് അജാക്സ്. അജാക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് നേരത്തെ. എന്താണ് ഒരു ഇപ്പോൾ ഡൈനാമിക് വെബ്സൈറ്റ്സിൻ്റെ കേസിൽ ഡൈനാമിക് വെബ്സൈറ്റ്സ് ആ പേജ് കംപ്ലീറ്റ് ആയിട്ട് റീലോഡ് ചെയ്യുന്നതിന് പകരം ആ പേജിൻ്റെ ഒരു പോർഷൻ മാത്രം റീലോഡ് ചെയ്ത് നമുക്ക് ഡൈനാമിക് കണ്ടൻറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അജാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏഴാമത്തേത്, ക്ലാസിഫൈ ദ ഫോളോയിങ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഇൻറ്റു ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ്. ഈ തന്നിരിക്കുന്നതിനെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ASP എന്താണ്? സെർവർ സൈഡാണ്. VB സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ്, PHP സെർവർ സൈഡ്, ജാവാസ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ്. ജാവാസ്ക്രിപ്റ്റ് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്, ക്ലയൻറ്റ് ആൻഡ് സെർവർ സൈഡ്. ദെൻ എട്ടാമത്തെ ചോദ്യം, .asp ഫയൽസ് ആർ കമ്പൈൽഡ് യൂസിങ് ദ വെബ് സെർവർ സോഫ്റ്റ്വെയർ. ഏതാണ്? മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ യൂസ് ചെയ്തിട്ടാണ്
.asp ഫയൽസിനെ കമ്പൈൽ ചെയ്യുന്നത്. 9ാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് CSS. ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. 3 ഡിഫറെൻറ്റ് വേയ്സിൽ നമുക്ക് CSSനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇൻലൈൻ, എംബഡ്, ദെൻ ലിങ്ക്ഡ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് CSSനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിനകത്ത് വരിക. ഇനി നമുക്ക് എങ്ങനെയാണ് HTML ഡോക്യുമെൻറ്റ്സ് എഴുതുന്നതെന്നും അതിനകത്ത് ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്താണ്, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടാഗുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ദെൻ ബൈ ഫോർ നൗ, ടേക്ക് കെയർ.